മാന്നര മച്ചാൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വെച്ചാൽ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ആണ് പറയാൻ പോകുന്നത്. ഹൗസ് നമ്പർ 619 ദ ഇവൻ്റ് എന്നാണ് ഷോർട്ട് ഫിലിമിൻ്റെ പേര്. അപ്പോൾ ഈ ഷോർട്ട് ഫിലിമാണ് സംവിധാനം ചെയ്തിരിക്കുന്നത് സിബിൻ ടി തോമസ് എന്ന് പറഞ്ഞ ആളാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷോർട്ട് ഫിലിം റൈറ്റ് ചെയ്തിരിക്കുന്നത് ജോയൽ ജോസും സിബി ടി തോമസോട് ആണ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. ഏതായാലും ഈ ഷോർട്ട് ഫിലിം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലൂപ്പാണ്, ഒരു ലൂപ്പ് കോൺസെപ്റ്റ് വെച്ച് വന്നൊരു ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ നോർമലായിട്ട് നമ്മൾ ലൂപ്പ് കോൺസെപ്റ്റ് വെച്ച് ഇറങ്ങുന്ന ഷോർട്ട് ഫിലിമൊക്കെ കണ്ടിട്ടുള്ളതാണ്. അപ്പം അതിൽ പറയുന്നത് പോലെ തന്നെ ഒരു വീട്, ആ വീട്ടിൽ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങളും അതിൽ കുറച്ച് നിഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഷോർട്ട് ഫിലിം പറഞ്ഞു പോകുന്നത്. പക്ഷേ അതൊരു നമ്മൾ കണ്ട ഫോം ആണെങ്കിലും ഈ ഒരു സംഭവത്തിനുള്ളിലൊരു സ്റ്റോറിയുണ്ട്, എന്താണ് അതിന് കാരണമെന്നുള്ളത്. അത് പക്ഷേ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനമാണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോയി കഴിയുമ്പോഴത്തേക്കും ഈ ഷോർട്ട് ഫിലിം കാണുമ്പം വേറൊരു തരത്തിൽ നമ്മളതിൽ കണ്ടങ്ങ് ഇരുന്ന് പോകും. അതുപോലെ നല്ല രീതിക്ക് തന്നെ ഇതിനകത്ത് പെർഫോം ചെയ്തേക്കുന്ന ആൾക്കാരാണെങ്കിലും നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം തുടങ്ങുമ്പോഴേ അവർ എഴുതി കാണിക്കുന്നുണ്ട് ഈ ഷോർട്ട് ഫിലിമിൻ്റെ ഡബ്ബിങ് മൊത്തം ഒരു ഫോണിൽ ഡബ് ചെയ്തതാണ്. അപ്പോൾ അതിന് ചെറിയൊരു പോരായ്മകളൊക്കെ ഇതിൽ കാണുമെന്നും പറഞ്ഞു. അത് ശരിക്കും അതുള്ളതാണ്. അതിൻ്റെ ഒരു പോരായ്മ ചെറുതായിട്ട് ഇതിനകത്ത് നമുക്ക് ഫീൽ ചെയ്തായിരുന്നു കണ്ടപ്പം. അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ ഡയറക്ഷനും ബാക്കി പരിപാടികളെല്ലാം നല്ല രീതിക്ക് തന്നെ വന്നിട്ടുണ്ട്. ക്യാമറ വർക്ക് എടുത്തു പറയേണ്ട ഒരു ക്യാമറ വർക്കാണ്, നല്ല ക്യാമറ വർക്കാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ക്യാമറ വർക്ക്. അതേപോലെ തന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു സൈക്കോ ക്യാരക്ടറായിട്ടൊരു ആൾ അഭിനയിച്ചിട്ടുണ്ട്. ആ ആൾ നല്ല രീതിക്ക് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. ടോട്ടലി പറയുവാണെങ്കിൽ ഒരു ലോ ബഡ്ജറ്റിൽ എടുത്ത ഒരു നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. എന്തെങ്കിലും നമ്മൾ ഇതുപോലുള്ള ആൾക്കാരെയൊക്കെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്. ഇവർ നല്ല കഴിവുള്ള ആൾക്കാരാണ്, ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്ന എല്ലാവരും നല്ല കഴിവുള്ളവരാണ്. പിന്നെ മ്യൂസിക്കും അടിപൊളി മ്യൂസിക്കായിരുന്നു. അതിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ചുള്ള രീതിക്ക് തന്നെ ആ മ്യൂസിക്കും പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണുമ്പോൾ ആ ഒരു ഫീല് നല്ല രീതിക്ക് കിട്ടാൻ ആ മ്യൂസിക്കും വഹിച്ച പങ്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കഥയുടെ അത്ര തന്നെ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ട്. എന്തായാലും നല്ലൊരു ഷോർട്ട് ഫിലിമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് അറിഞ്ഞ് നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയുടെ താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഈ ഷോർട്ട് ഫിലിമിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മുടെ അടുത്ത് ആദ്യമായിട്ടാണ് ഒരാൾ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ റിവ്യൂ ചെയ്യാൻ പറഞ്ഞത്. അത് നമുക്കൊരിക്കലും അത് കണ്ടില്ലെന്ന് വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു റിവ്യൂ ചെയ്തതാണ്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട്. സംഭവങ്ങളെല്ലാം നല്ല രീതിക്ക് തന്നെ വരട്ടെ. നിങ്ങൾ ഇനിയും കൂടുതലായിട്ട് ഇതുപോലെ ഷോർട്ട് ഫിലിംസും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.